ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ മുതലുള്ള അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. രാവിലത്തെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞു. അപ്പം നിങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ തേങ്ങ ഇടിച്ചിലാണ് കേട്ടോ. അപ്പം നമുക്ക് 2 മാസം ആവുന്നു ഇപ്പം തേങ്ങ ഇട്ടിട്ട്. അപ്പം കുറച്ച് തേങ്ങയൊക്കെ ഇടുവാണ് കേട്ടോ. അപ്പം അന്നേരം വെള്ളത്തിലോട്ട് വീഴുന്ന തേങ്ങയൊക്കെ അപ്പൂസാണ് വെള്ളത്തിൽ ഇങ്ങനെ നടന്ന് പെറുക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം രാവിലെ നമ്മുടെ ചോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്ന് ഊറ്റിയിട്ടിട്ട് ആ അടുപ്പിൽ തന്നെ നമുക്ക് ചിക്കൻ കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പം കുറേ ദിവസമായി ചിക്കൻ കറിയൊക്കെ നമ്മൾ ഈ അടുപ്പിൽ വെച്ചിട്ട് അപ്പം തീയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ നമ്മുടെ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മുടെ ചിക്കൻ കറി അങ്ങ് വെക്കുകയാണ്. ഇന്ന് നമുക്കതിന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. കാരണം നമുക്ക് തേങ്ങയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല തിരക്കാണ്. അതെല്ലാം പെറുക്കണം, കൂട്ടണം, എടുക്കണം, അങ്ങനെയൊക്കെ കിടക്കുന്നു. അത് തന്നെയല്ല, നമുക്കിന്ന് എടത്വപ്പള്ളി പോകണം കേട്ടോ. അന്നേരം ഇതൊക്കെ ചെയ്ത് ബാക്കി ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ട് വൈകുന്നേരമാണ് നമ്മളിന്ന് എടത്വപ്പള്ളി പോകുന്നത്. അപ്പം നമുക്ക് ഒരു നേർച്ചയുണ്ട് കേട്ടോ. അപ്പൂസിന് നേർച്ച നമ്മൾ പുണ്യാളച്ചന് കൊടുക്കുമല്ലോ, അത് ഉണ്ടാക്കണം എനിക്ക് ഉച്ച കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പം നമ്മുടെ തേങ്ങ ഇടിച്ചിലൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ സവാളയൊക്കെ ഒന്ന് വെച്ചിട്ട് അടച്ചൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ വന്ന് വെറുതെ ഒന്ന് എടുത്തതാണ് കേട്ടോ. അന്നേരം അപ്പൂസ് ഇങ്ങനെ ചെറിയൊരു വള്ളമാണ്, അതിലിങ്ങനെ നടന്നിട്ട് നമ്മൾ ഈ തേങ്ങ ഇടുന്ന സമയത്ത് കൂടുതലും ഇങ്ങനെ വെള്ളത്തിലോട്ടാണ് വീഴുന്നത് കേട്ടോ. നമ്മുടെ ഈ തോട്ടറമ്പിലാണല്ലോ തെങ്ങുകൾ നിൽക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് വീഴുന്നതൊക്കെ ഇങ്ങനെ വള്ളത്തിൽ ഒരാൾ നടന്നിങ്ങനെ പെറുക്കണം കേട്ടോ. അപ്പോൾ എനിക്കിതറിയത്തില്ല വള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞെടുക്കാനൊന്നും കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഈ തേങ്ങ ഇടിച്ചിൽ ത്തുള്ളൂ. കാരണം തേങ്ങ ഇടുന്ന ദിവസം ഇവരൊക്കെ വീട്ടിൽ കാണും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൽ വീഴുന്ന തേങ്ങകളൊക്കെ അവിടെ കിടക്കും. കരയിൽ വീഴുന്ന മാത്രമേ ഞാൻ എടുക്കത്തുള്ളല്ലോ. അപ്പോൾ അങ്ങനെ പോയി അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് വന്നു. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വഴണ്ടി വന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അന്നേരം തീയൊക്കെ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അന്നേരം അല്ലെങ്കിൽ ഈ നല്ല ചൂടല്ലേ, കയറി അങ്ങ് അടുക്കി പിടിക്കുമല്ലോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേന് പൊടികളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അന്നേരം ചിക്കനൊക്കെ നല്ലവണ്ണം കഴുകിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടെയാണ് ഇട്ട് കൊടുത്ത്. ഇത് വിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അന്നേരം ഞാൻ വറക്കാനുള്ള ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അന്നേരം പിന്നെ ഇന്നലത്തെ മോരൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമുക്കൊരു കോവയ്ക്ക മെഴുക്കുവരട്ടിയുടെ ലാസ്റ്റിൽ വെക്കണം കേട്ടോ. അപ്പം ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും മക്കൾക്ക് വേണ്ട, അത് മാത്രം മതി കേട്ടോ. മോരും ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പൂസ് ഇങ്ങനെ അതൊക്കെ എടുത്തിട്ട് കറങ്ങി വന്നിട്ടുണ്ട്. അവന് രാവിലെ കഴിച്ചിട്ടില്ല കേട്ടോ. രാവിലെ തേങ്ങ ഇടാൻ തുടങ്ങിയതാണ്. അപ്പം പിന്നെ തേങ്ങ ഇടുന്ന ദിവസം ഇങ്ങനെ കരിക്കും കുടിച്ച് കരിക്കിൻ്റെ വെള്ളവും കുടിക്കും, അതിനകത്തെ കരിക്കും കഴിക്കും കേട്ടോ. അന്നേരം പിന്നെ വിശപ്പില്ലല്ലോ. അങ്ങനെയൊക്കെ ഇറങ്ങി വന്നതാണ് ഇപ്പം കേട്ടോ. അങ്ങനെ വേണ്ട നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നല്ലവണ്ണം വഴറ്റി അന്നേരം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടുവെള്ളം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ തീ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ അടുക്കി പിടിച്ചാൽ എന്തോ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗ്രേവിയൊക്കെ ഇട്ടാണ് കറി വയ്ക്കുന്നത്. അതൊക്കെ അവിടെ അടച്ചു വെച്ചിട്ട് ഞാൻ പിന്നെ നമ്മുടെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. കുറച്ച് തേങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ കറിവേയുടെ ഇലയില്ലേ, ബേ ലീഫ്, അത് നമ്മളിങ്ങനെയുള്ള മസാല ഇടുന്ന കറികൾക്കൊക്കെ ഇടും കേട്ടോ. അതും പറിക്കണം. പിന്നെ നമ്മുടെ ചെറിയൊരു കറിവേപ്പ് അവിടെ നിൽപ്പുണ്ട്, അതിൽ നിന്ന് 2 തണ്ട് കറിവേപ്പിലയും പറിച്ചു.
ഇതാണ് നമ്മുടെ കറിവേപ്പില ഇല കേട്ടോ. ഇത് ഉണക്കിയല്ലേ നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങുന്നത്. ഞാൻ ഈ കറികളൊക്കെ വെക്കുമ്പം വന്ന് പച്ചയ്ക്ക് പറിച്ച് ഇടും കേട്ടോ. അന്നേരം കൊഴുപ്പ് കുറയാൻ നല്ലതാണ് നമ്മൾ ഈ ചിക്കൻ കറി. അതുപോലെ തന്നെ നല്ലൊരു മണവുമാണ് കേട്ടോ. ഇങ്ങനെ പച്ചയ്ക്ക് അതിനകത്തേക്ക് പിച്ചിക്കറിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഏത് മസാല ഇടുന്ന കറികൾക്കൊക്കെ നമുക്കിങ്ങനെ ഈ ലീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ വേണ്ട അതൊക്കെ ഒന്ന് പിച്ചി ഇട്ടു. പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി പിന്നെ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞില്ലേ ധൃതി വെച്ചാണ് ഇന്നെല്ലാം ചെയ്യുന്നത്. ഇനിയിപ്പോൾ പോയി നമ്മുടെ തേങ്ങയെല്ലാം ഒന്ന് ഒതുക്കി കൂട്ടണം. പിന്നെ കൊതുമ്പും മടലും അങ്ങനെയുള്ള എല്ലാ മിറ്റമൊക്കെ നല്ല റെഡിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ മിറ്റം ഒന്നും അടിച്ചിട്ടില്ല, തുണിയൊന്നും കഴുകിയിട്ടില്ല. കാരണം ഇന്ന് മിറ്റം അടിച്ചിട്ട് കാര്യമില്ല. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്ത് നല്ല പണിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പോയി കുറച്ച് നേരം തേങ്ങയൊക്കെ എടുത്ത് പെറുക്കിയെല്ലാം ഇട്ടിട്ട് തിരിച്ച് വന്ന് നമ്മുടെ ചിക്കൻ കറിക്കകത്തോട്ട് കുറച്ച് പൊടിച്ച് വെച്ച ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ചിക്കൻ മസാല ഇട്ട് വഴറ്റിയാണ് ചേർത്തത്. പിന്നെ പൊടിച്ച് വെച്ച നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുത്തു. ഇനിയിപ്പം നമ്മൾക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ചിക്കൻ കറിക്കും ബീഫ് കറിക്കും ഒക്കെ ഏലക്ക പൊടിച്ചുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ മോരൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയോടെ വെക്കണമെന്നൊക്കെ വിചാരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം തേങ്ങയൊക്കെ പെറുക്കി ഒതുക്കിയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടേ ഉള്ളൂ. സമയമുണ്ടെങ്കിലേ വെക്കുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് പുണ്യാളച്ചന് നേർച്ച ഉണ്ടാക്കി കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ നാട്ടിൻപുറത്തെ വീട്ടുവിശേഷങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അന്നേരം നമ്മളിന്ന് എടത്വപ്പള്ളിയിൽ പോകുന്ന വീഡിയോ ലാസ്റ്റ് ഞാൻ ഇടുന്നുണ്ട്. അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കാണണം, ഫുൾ കാണണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് എടത്വപ്പള്ളിയൊക്കെ കാണണ്ടേ. അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അന്നേരം വൈകിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അന്നേരം എടത്വപ്പള്ളിയിലെ ലൈറ്റ് കാണാൻ വേണ്ടിയാണ് കൂടുതലും ആൾക്കാർ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ നേർച്ചയിടാനൊക്കെ പോകുന്നത്. അന്നേരം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ എടത്വപ്പള്ളി ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ ദിവസം നമ്മൾ പോയത് കൊണ്ട് ഞാൻ അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞാൻ പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ട കടുകൊക്കെ താളിച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അടുപ്പിൽ വെച്ചതുകൊണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അന്നേരം നമ്മുടെ അപ്പൂസാണ് ഈ കടുക് താളിക്കുന്ന വീഡിയോ എടുത്തത്. അന്നേരം അവനാണ് എനിക്ക് എപ്പോഴും ടേസ്റ്റ് നോക്കുന്നത് കേട്ടോ. എന്തിൻ്റെയും ടേസ്റ്റ് നോക്കിയിട്ട് കൊള്ളാമോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് അപ്പൂസ് പറയും കേട്ടോ. മസാലയൊക്കെ കൂടുതലാണെങ്കിൽ ആണെന്നും ഒക്കെ പറയും കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ ചിക്കൻ കറി കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ളതാണ്. നമ്മൾ ചോറിന് അപ്പത്തിനും ഒക്കെ ആണെങ്കിലും ഞാനങ്ങനെ കൂടുതലും ഇങ്ങനെ ഇച്ചിരി ഗ്രേവി ഇട്ടാണ് വെക്കുന്നത് കേട്ടോ. ഞാൻ അന്നേരം ടേസ്റ്റ് നോക്കിയപ്പോഴത്തേന് അപ്പൂസ് പറഞ്ഞു അമ്മ എനിക്കൂടെ താന്നും പറഞ്ഞ് ഞാൻ അപ്പൂസിൻ്റെ കുഞ്ഞിക്കൈക്കകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ് സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നേരം പിന്നെ എനിക്കിനി വേറൊന്നും വേണ്ട അവനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ അതെടുത്ത് ഗ്യാസിലോട്ട് വെച്ചു. തിള തന്നെയാണ് കേട്ടോ, ഓണാക്കിയതൊന്നുമല്ല. കുറച്ച് ചിക്കൻ ഞാൻ വറക്കാനും വെച്ചു. അന്നേരം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളും കോഴിയെല്ലാം നേരത്തെ വന്ന് കയറിയിട്ടുണ്ട്. ഇന്ന് ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റോർ റൂമിനകത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് കോഴി ഇരിക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ ഉള്ളിക്കൊട്ടയൊക്കെ ഒന്ന് കഴുകി രാവിലെ തന്നെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്നെടുത്ത് കുറച്ച് പച്ചക്കറി അല്ല ഉള്ളി സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ പഴയതൊക്കെ വേസ്റ്റൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. പിന്നെ നമ്മൾ ഒരു കോവയ്ക്കായുടെ അരിഞ്ഞ് മെഴുക്കുവരട്ടിയൊക്കെ ഞാൻ വെച്ച് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നേർച്ചയുണ്ട ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ ഉച്ചക്കത്തെ വീഡിയോ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ തിരുമ്മി എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്താണ് കേട്ടോ. അന്നേരം ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. അതിനകത്തെ കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് ഞാൻ മാറ്റി പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ അങ്ങ് വെക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴുക്കായിപ്പോവും അതിനകത്ത്. അങ്ങനെ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞു ഉച്ച വരെയുള്ള കേട്ടോ. പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഉണ്ടയുണ്ടാക്കിയതാണ്. ഇത് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അരിപ്പൊടിയും തേങ്ങയും ജീരകവും കൂടെ നല്ലവണ്ണം ഞെരടി തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഞെരടി നമ്മൾ ആവിക്ക് വെച്ച് പുഴുങ്ങിയ ഉണ്ടയാണ് കേട്ടോ. എന്നിട്ട് ഇനി ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി.
അന്നേരം അപ്പോസ് വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് നിന്നില്ല കേട്ടോ. വീഡിയോയ്ക്കകത്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇതാണ്ട് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി നേർച്ചയൊക്കെ പൊതിഞ്ഞെടുത്തു പള്ളിയിൽ വന്നു കേട്ടോ.